ഹരികൃഷ്ണൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, ഈ വോട്ടെണ്ണലിന്റെ റിസർവേഷൻ സീറ്റുകളിലേക്കുള്ള വോട്ടെണ്ണൽ അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇതിന് തുടക്കമായത്. എന്തൊക്കെയാണ് നിലവിലെ സാഹചര്യം ഹരികൃഷ്ണൻ? ഉന്മേഷ്, ഈ കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ SFI KSU കഴിഞ്ഞ 2 മണിക്കൂറുകളായി ആ തെരഞ്ഞെടുപ്പിനിടയിലുള്ള സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ സംഘർഷ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിനകത്ത് ഈ SFI KSU വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ യൂണിവേഴ്സിറ്റിയുടെ പുറത്ത് റോഡിലും ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയും ഈ പോലീസുകാർ ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരം മുതൽ ഏതാണ്ട് 7 മണി മുതൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു സംഘർഷമുണ്ടായി എന്നുള്ളതാണ്. ഈ വളരെ സംഘർഷ സാഹചര്യമാണ് നടക്കുന്നത്. 2 സെനറ്റ് സീറ്റുകളിൽ 2 വീതം എക്സിക്യൂട്ടീവ് സ്റ്റുഡൻസ് കൗൺസിൽ സീറ്റുകളിലും KSU വിജയിച്ചിരുന്നു. ഇത് അട്ടിമറിയാണെന്നുള്ള ആരോപണവുമായാണ് ഈ SFI രംഗത്തെത്തിയത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഗേറ്റിന് പുറത്തും ചെറിയ സംഘർഷ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് പോലീസും ഈ വിദ്യാർത്ഥി പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നുണ്ട്. ഈ പുറത്ത് കാത്തുനിന്ന ഈ KSU പ്രവർത്തകരാണ് ഇങ്ങോട്ടേക്ക് അകത്തേക്ക് കയറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ സംഘർഷം നടത്തുന്നത്. പക്ഷേ ഈ പോലീസുകാർ ഈ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിലേക്ക് അവരെ കടത്തിവിടുന്നില്ല എന്നുള്ളതാണ്. ഈ SFI പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടു എന്നുള്ളതാണ് KSUവിൻ്റെ ആരോപണം. ഈ വോട്ടെണ്ണലിൽ അപാകതകൾ ഉണ്ട് എന്ന് ഇത്തരത്തിൽ SFIയുടെ ഒരു വിശദീകരണം കൂടി വന്നിട്ടുണ്ട്. ഈ ബാലറ്റ് പേപ്പറുകൾ കാണാനില്ല എന്ന തരത്തിലുള്ള ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് ബാലറ്റ് പേപ്പറുകൾ കാണാനില്ല എന്നതിന് ഉയർന്നതാണ് ഇത്തരത്തിൽ ആദ്യമായി സംഘർഷ സാധ്യത ഹരീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷം അത് സെനറ്റ് ഹാളിന് പുറത്തേക്കും ഇപ്പോൾ വ്യാപിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഞങ്ങളവരെ പോയി ഇറക്കിക്കോളാം. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണ്ട. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി ഇപ്പോൾ അവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെയുള്ള നേതാക്കൾ കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് തെരഞ്ഞെടുപ്പ് അതിന്റെ വോട്ടെണ്ണലിനിടെയാണ് സംഘർഷം ഉണ്ടായത്. ഈ റിസർവേഷൻ സീറ്റുകളിലേക്കുള്ള വോട്ടെണ്ണൽ അട്ടിമറിക്കാൻ ശ്രമം എന്നതായിരുന്നു ആരോപണം. KSU ബാലറ്റ് പേപ്പറുകൾ നശിപ്പിച്ചു എന്ന് SFI ആരോപിക്കുമ്പോൾ SFI ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നാണ് KSUവിന്റെ ആരോപണം. സെനറ്റ് ഹാളിനകത്ത് SFI KSU പ്രവർത്തകർ പോരടിക്കുന്ന സ്ഥിതിയുണ്ടായി. പരസ്പരം തടിക്കഷ്ണങ്ങൾ വലിച്ചെറിയുന്ന സ്ഥിതിയുണ്ടായി. പോലീസ് അവരെ ശാന്തരാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോഴും സെനറ്റ് ഹാളിനകത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ആ KSU പ്രവർത്തകരെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ KSU പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആ ഹാളിന് പുറത്ത് എത്തിയിരിക്കുന്നത്. പക്ഷേ ഗേറ്റിനകത്തേക്ക്, ക്യാമ്പസിനകത്തേക്ക് അവരെ കയറ്റിവിടാൻ പോലീസ് തയ്യാറാകുന്നില്ല. ആ തർക്കത്തിലേക്കാണ്, അവിടെ തർക്കം നിലനിൽക്കുന്നു. ഹരികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ ഹരികൃഷ്ണൻ, ഈ പോലീസ് എന്തുകൊണ്ടാണ് അവരെ പുറത്തേക്കിറക്കി വിടാത്തത്, സംരക്ഷണ കവചം ഒരുക്കാത്തത് എന്നാണല്ലോ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ചോദിക്കുന്നത്, അല്ലേ? KSU വിദ്യാർത്ഥി പ്രവർത്തകർ ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട സെനറ്റ് ഹാളിനുള്ളിൽ
ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ തരത്തിൽ SFI ഏകപക്ഷീയമായി ഈ വിജയം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഈ വോട്ടെണ്ണലിൽ 2 സീറ്റുകളിൽ, അതായത് സംവരണ സീറ്റുകളടക്കം 2 സീറ്റുകളിൽ ഈ KSU വിജയിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ വിജയത്തെ SFI അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് KSU ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. SFI അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രജിസ്ട്രാറുടെ സഹായത്തോടു കൂടി ആ തരത്തിലൊരു അട്ടിമറി വിജയമാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിലായിരുന്നു. അതിനനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും ഈ KSU പ്രവർത്തകരെ പുറത്തേക്ക് വിടണം, അതായത് സെനറ്റ് ഹാളിന് പുറത്തേക്ക് വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും ഇത്തരത്തിലേക്ക് യൂണിവേഴ്സിറ്റി ഹാളിനുള്ളിലേക്ക് കടക്കുന്നത്. കാരണം ചില വിദ്യാർത്ഥികൾക്കൊക്കെ ചെറിയ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അവരെ പുറത്തേക്ക് വിടാൻ SFI പ്രവർത്തകർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അതിലൊരു തീരുമാനം ഉണ്ടായിട്ട് പുറത്തേക്ക് വന്നാൽ മതി എന്നുള്ളതാണ് SFIയുടെ ഒരു ആരോപണം, അല്ലെങ്കിൽ ഒരു നിർബന്ധ ബുദ്ധി എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോലീസ് സേന ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഈ ക്രമസമാധാനം അടക്കമുള്ള കാര്യങ്ങൾ നിലനിർത്തണം. ഈ സെനറ്റ് ഹാളിനുള്ളിലും പുറത്തും ഒരേപോലെ പ്രതിഷേധം നടത്തുന്ന കാഴ്ചയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തുന്നുണ്ട് എന്നുള്ളതാണ്. പോലീസ് SFIക്കാരെ സഹായിക്കാനുള്ളൊരു ശ്രമമാണ് ഈ നടത്തുന്നത് എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഈ KSUവിനെ ഒരു വിധത്തിലും സഹായിക്കുന്നില്ല, ഏകപക്ഷീയമായ വിജയം അത് അംഗീകരിക്കാൻ കഴിയില്ല. ശരി, ഏതായാലും ഇപ്പോൾ വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.